പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിറാജ് ഖാസിമി അല്ലാഹുവേ ഡിസ്കുമായി ബന്ധപ്പെട്ട ഒരു രോഗത്തിലാണ്. അല്ലാഹുവേ നീ ആജിലായ കാമിലായ ശിഫാ കൊടുക്കണേ അല്ലാ, ശിഫാ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആയ തട്ടല്ല റബ്ബേ, ഞങ്ങളെ ഖായിബാക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ, ഞങ്ങളെ തട്ടിക്കളയല്ല റഹ്മാനെ. അസ്സലാമു അലൈക്കും. അപ്പോൾ സിറാജുദ്ദീൻ കാസിമി അവരുകളെ കുറിച്ച് ഇതിന്റെ മുന്നേ 2 വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ആ 2 വീഡിയോയിൽ അവസാനത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ സൂക്കേട് എന്താണ് എന്നതിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഒരു വോയിസ് നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതിലും ഒരുപാട് പ്രേക്ഷകർ ദുആ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മോട് പറഞ്ഞിരുന്നു ഈ വീഡിയോയിലും നിങ്ങൾ ഉസ്താദിന് എന്താണ് അസുഖം എന്നതിനെ കുറിച്ച് വ്യക്തമായി പറയുന്നില്ലല്ലോ എന്ന രീതിയിൽ ഒരുപാട് കമന്റുകൾ ഞാൻ കാണുകയുണ്ടായി. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇന്ന് കണ്ട ഒരു വോയിസ് എന്ന് പറയുന്നത് ഏവരെയും ഞെട്ടിക്കുന്ന രീതിയിലാണ്. വളരെ മോശകരമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ റീച്ച് ഉണ്ടാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം ചില ആൾക്കാർ പടച്ചു വിടുന്ന ചില മെസ്സേജുകൾ, ചില വോയിസ് മെസ്സേജുകൾ എല്ലാം തന്നെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അതിൽ ഉസ്താദിന് മാരകമായ സൂക്കേടാണ് എന്ന രീതിയിലൊക്കെ വളരെ വൃത്തികെട്ട രീതിയിലുള്ള വോയിസുകളാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ മാനസികമായി ഒരു വിഷമം തോന്നിയ ഒരു വോയിസ് തന്നെയാണ് അത്. ആ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. കാരണം അത് അത്രയ്ക്ക് മോശപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ കേട്ടാൽ പേടിച്ചു പോകുന്ന തരത്തിലുള്ള സൂക്കേടുകളാണ്. പടച്ച തമ്പുരാൻ അത്തരം സൂക്കേടുകളെ തൊട്ട് നമ്മയും ഈ ചെയ്ത ആളെയും എല്ലാം പടച്ച തമ്പുരാൻ കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഞാൻ കാര്യത്തിലേക്ക് വരാം. എന്നാൽ ഈ ഒരു കാര്യത്തിൽ നമ്മുടെ സിറാജുദ്ദീൻ കാസിമി അവർക്ക് എന്ത് സൂക്കേടാണ് എന്നതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന രീതിയിൽ നമ്മുടെ ഷമീർ ദാരിമി കൊല്ലം ഉസ്താദ് അദ്ദേഹത്തിന്റെ ചാനൽ തന്നെ പുറത്തുവിട്ട ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഉസ്താദിന് പുറം വേദന അല്ലെങ്കിൽ ഡിസ്കുമായി ബന്ധപ്പെട്ട വേദന മാത്രമാണ് ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു ഓപ്പറേഷനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഉസ്താദ് ആ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരും എടുത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെല്ലാവരും പറഞ്ഞിരുന്നു, ഉസ്താദ് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് പടച്ച തമ്പുരാനെ എനിക്ക് നിസ്കരിക്കാൻ വേണ്ടി കഴിയുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഡിസ്കിന് തയ്യാറുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് സുജൂദിൽ പോകാനോ റുക്കോയിൽ പോകാനോ ഒന്നും തന്നെ സാധിക്കാത്ത രീതിയിലുള്ള വേദന അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നമ്മോട് ദുആ ചെയ്യാനും അതുപോലെ തന്നെ വസിയത്ത് ചെയ്യാനും എല്ലാം ഉസ്താദ് ആവശ്യപ്പെട്ടത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു രോഗം മാത്രമാണ് ഉസ്താദിനുള്ളത്. അത് നമ്മുടെ ഷമീർ ദാരിമി കൊല്ലം ഉസ്താദ് അദ്ദേഹത്തിന്റെ സ്വന്തം സഹചാരിയായ അദ്ദേഹത്തിന്റെ ഒരു അനുയായി വിളിച്ച് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്ന വാക്കുകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അള്ളാഹുവിന്റെ കുദറത്ത് കൊണ്ട് അങ്ങനത്തെ ഒരു രോഗവും പ്രിയപ്പെട്ട സുഹൃത്ത് കാസ്മി ഉസ്താദിനില്ല. അങ്ങനത്തെ ഒരു സങ്കടവുമില്ല. ആ ഡിസ്കുമായി ബന്ധപ്പെട്ട ആ ഒരു വേദനയിലാണ് അദ്ദേഹം ഉള്ളത്. ആ ഒരു സങ്കടത്തിലും ആ ഒരു വേദനയിലുമാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഈ പറയപ്പെട്ട അങ്ങനെയുള്ള രോഗത്തിന്റെ പേരുകൾ തന്നെ പറയാൻ നമുക്കൊരു മടിയും ഒരു പേടിയാണ്. ഞാൻ നമ്മുടെ ഈ ലൈവിനിരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് എപ്പോഴും ഉസ്താദിന്റെ കൂടെയുള്ള എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുൽഫിയെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്താ സംഭവം, ഇങ്ങനത്തെ ഒരു വോയിസ് കേൾക്കുന്നുണ്ടല്ലോ. അപ്പോഴും പറഞ്ഞു, പൊന്നാർ ഉസ്താദെ അങ്ങനത്തെ ഒന്നും തന്നെ അള്ളാഹുവിന്റെ കുദറത്തുണ്ട് ഉസ്താദിനില്ല. ഞാൻ ഉസ്താദിന്റെ കൂടെയുണ്ട്. അങ്ങനത്തെ ഒരു സങ്കടമോ ഒരു രോഗമോ ഇല്ല. ആ ഡിസ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു വേദനയും ആ ഒരു സങ്കടവും ഉണ്ട്. അത് വല്ലാത്ത വേദനയാണ്. ദ്വാരക്കണം അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗത്തിന് ആജിലായ കാമിലായ ശിഫ അള്ളാഹു തആല കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ രോഗത്തിന് ആജിലായ കാമിലായ ശിഫ അള്ളാഹു തആല കൊടുത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അള്ളാഹുവിന്റെ പവിത്രമായ ദീനു പറയാൻ, ആ ദീനിന്റെ മജാലിസിലേക്ക് കടന്നു വന്ന് ആളുകൾക്ക് ഉത്ബോധനം കൊടുക്കാൻ അള്ളാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ ഷമീർ ഉസ്താദ് പറഞ്ഞ നിങ്ങൾ കേട്ട് കാണും. ഇത്തരത്തിലുള്ള ഒരു സൂക്കേട് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ആരും ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവും ഇപ്പോൾ ഇല്ല. അദ്ദേഹത്തിന് അത്തരം വേദനയുമായി ബന്ധപ്പെട്ട രീതിയിൽ ശമനം കിട്ടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും നമ്മുടെ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യുകയും അതുകൊണ്ട് അദ്ദേഹം
ഈ വേദനയിൽ നിന്ന് അല്പം ശമനം അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതിനുവേണ്ടി നിങ്ങളോട് ദ്വാരക്കാൻ വേണ്ടിയിട്ട് ഉസ്താദും ആവശ്യപ്പെടുന്നു, അതുപോലെ തന്നെ ഞാനും നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട ഒരു സൂക്കേട് മാത്രമേ ഉസ്താദിനുള്ളൂ. പക്ഷേ മോശകരമായ രീതിയിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ പ്രചരിച്ചിരിക്കുന്ന ഒരു വോയിസ് എന്ന് പറയുന്നത് കേട്ടാൽ തന്നെ പേടിയാവുന്ന രീതിയിലാണ്. ഉസ്താദിന് മലദ്വാരത്തിൽ ക്യാൻസറാണ് എന്നിവരെ പറഞ്ഞുകൊണ്ട് ഒരു വ്യാജ വോയിസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. ആ വോയിസിനെ കുറിച്ച് 2 വാക്ക് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോയുമായിട്ട് വന്നത്. തീർച്ചയായിട്ടും അത്തരം വാക്കുകളിലും അത്തരം വോയിസുകളിലും ഒന്നും ദയവായി നല്ല വിശ്വാസികൾ വീണു പോകാൻ വേണ്ടി പാടില്ല എന്ന് മാത്രം ഉണർത്തുകയാണ്. തീർച്ചയായിട്ടും ആ വോയിസ് എന്താണ് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗൗരവവും കാഠിന്യവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദിന് അല്പം കൂടുതലാണ്, സീരിയസ് ആണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ക്യാൻസറാണ്, മലദ്വാരത്തിൽ ഉള്ളിൽ ക്യാൻസറാണ്, അല്പം കൂടുതലാണ് കേട്ടോ. ആരോട് ദുആ ചെയ്യും, മാറാൻ വേണ്ടിയിട്ട് എല്ലാത്ത പ്രയാസത്തിലാണ്. അപ്പം ആ വോയിസ് നിങ്ങൾ കേട്ട് കാണും. ഈ പടച്ചു വിടുന്നവരുടെ ഉദ്ദേശം എന്താണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാതെ, യാതൊരു ആധികാരികതയും ഇല്ലാതെ റേഞ്ച് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കിയെടുക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഇത്തരം ആൾക്കാർക്കുള്ളൂ എന്ന് ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. കാരണം അത്രയ്ക്കും വലിയ ഒരു സൂക്കേട് ഉസ്താദിനുണ്ട് എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ചിന്തിച്ചു പോകേണ്ടത് തന്നെയാണ്. ഇത്തരം ആൾക്കാരെ തീർച്ചയായിട്ടും നമ്മൾ കണ്ടറിയുക തന്നെ വേണം. അദ്ദേഹത്തിന് അർഹമായ പരിഗണന കൊടുക്കുകയും വേണമെന്നാണ് എൻ്റെ ഒരു ഇളയ അഭ്യർത്ഥന. തീർച്ചയായിട്ടും ഇത്തരം ആൾക്കാർ സമൂഹത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഒരുപാട് ആൾക്കാർ ഇത്തരം വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നതിൻ്റെ താഴെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് കമൻറ്റുകൾ. നമ്മൾ ഇതിനെ മുന്നേ ചെയ്ത 2 വീഡിയോകളിലും ഏകദേശം 3-4 ലക്ഷക്കണക്കിന് ആൾക്കാർ അത് കാണുകയും അതിൻ്റെ താഴത്ത് ഒരുപാട് നല്ല ദുആകളും അതുപോലെ തന്നെ ഒരുപാട് നല്ല പ്രാർത്ഥനകളും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. അത്തരക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത്തരം വാക്കുകളും ഇത്തരം വോയിസുകളും കേട്ടുകൊണ്ട് നിങ്ങളാരും ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇപ്പോൾ നിലവിലില്ല എന്ന് ഷമീർ ദാരിമി ഉസ്താദ് തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. 100% ഉസ്താദിന് ഡിസ്കുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലൈൻറ്റ് മാത്രമേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോഴും ചികിത്സയിലാണ്. അദ്ദേഹത്തിന് നടുവേദന അനുഭവപ്പെടുന്നുണ്ട്. ആ വേദനയ്ക്ക് ശിഫ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ദുആയിൽ ഉസ്താദിനെ പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന് സർവ്വശക്തൻ്റെ അനുഗ്രഹം കൊണ്ട് എത്രയും പെട്ടെന്ന് ദീനീപരമായ വേദികളിലേക്ക് അദ്ദേഹം തിരിച്ചു വരാനും പൂർവാധികം ശക്തിയോടെ അദ്ദേഹത്തിന് പ്രസംഗങ്ങളും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പടച്ച തമ്പുരാൻ അനുഗ്രഹം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും നല്ല വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.